ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ ഹിമാലയൻ മലനിരകൾ നിർണായക സ്വാധീനം ചെലുത്തുന്നു. ഗംഗാ സമതലത്തിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും മഴ എത്തിക്കുന്നത് ഹിമാലയം ആണെന്ന് പറയാം. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ മേഘങ്ങളെ തടഞ്ഞു നിർത്തി ഹിമാലയൻ നിരകൾ സമതലങ്ങളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും മഴ പെയ്യുന്നു. ഹിമാലയൻ നിരയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഭാഗങ്ങൾ വടക്കൻ ബംഗാളിൽ ആണ്. ഇവിടെ നിന്നും ഹിമാലയൻ നിര രണ്ടായി പിരിയുന്നു. ഒരു ഭാഗം വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നേപ്പാൾ, കുമയൂൺ ഏരിയ, ഗർവാൾ ഏരിയ, ഹിമാചൽ പ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീർ എന്നിവയ്ക്ക് കുറുകെ കിടക്കും. മറുഭാഗം വടക്ക് കിഴക്കേ ദിശയിൽ സിക്കിം, ഭൂട്ടാൻ, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കും. ഹിമാലയത്തിന്റെ ഈ കിടപ്പ് മൺസൂൺ മഴ എത്തിക്കാൻ ഏറെ സഹായകരമാണ്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന രണ്ട് മൺസൂൺ പ്രവാഹങ്ങൾ ബർമയിലെ അരക്കൻ മലനിരകളുടെ സ്വാധീനത്താൽ വടക്കൻ ദിശയിലൂടെ ബംഗാളിലേക്ക് കടക്കുന്നു. അതിനുശേഷം ഇത് ഹിമാലയത്തിലേക്ക് നീങ്ങും. ഹിമാലയത്തിന്റെ സ്വാധീനത്താൽ ഈ പ്രവാഹങ്ങളിൽ ഒന്ന് വടക്ക് കിഴക്കൻ ദിശയിലേക്ക് കടക്കും. ഇതിലൂടെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ വ്യാപകമായ മഴ ലഭിക്കും. മൺസൂൺ പ്രവാഹത്തിൽ രണ്ടാമത്തേതിനെ ഹിമാലയത്തിന്റെ മധ്യ പടിഞ്ഞാറൻ നിരകൾ തടഞ്ഞു നിർത്തി ഗംഗാ സമതലത്തിൽ വ്യാപകമായ മഴ പെയ്യും. ഹിമാലയത്തിന്റെ ഈ മഴക്കൊയ്ത്ത് ഉത്തരേന്ത്യയിൽ മാത്രം ഒതുങ്ങുന്നില്ല. മൺസൂൺ മഴ മേഘങ്ങളെ നിയന്ത്രിക്കുന്നതിലൂടെ ടിബറ്റും മധ്യേഷ്യയും മുഴുവൻ ഹിമാലയൻ മഴ മേഖലയാക്കി മാറ്റും. അറേബ്യൻ സമുദ്രത്തിൽ നിന്നുള്ള മൺസൂൺ പ്രവാഹത്തെ മഴയാക്കി മാറ്റുന്നതിൽ ശിവാലിക് മലനിരകളും മറ്റ് വടക്കൻ മലനിരകളും നിർണായക സ്വാധീനം ചെലുത്തുന്നുണ്ട്.